ട്രഡീഷണലായിട്ടുള്ള ജനാധിപത്യ സംസ്കാരമുള്ള രാജ്യങ്ങളായിട്ട് കണക്കുന്ന ബ്രിട്ടന്റെയും അമേരിക്കയുടെയും അവസ്ഥ തന്നെ എടുക്കും. ഈ രണ്ട് രാജ്യങ്ങൾ എസ്റ്റാബ്ലിഷ്, അവർക്കൊരു വലിയ സിവിൽ സമൂഹമുണ്ട്, മീഡിയം ഉണ്ട്, ഉണർന്നിരിക്കുന്ന ജനങ്ങളുണ്ട്. എന്നിട്ടും ഇറാഖ് യുദ്ധകാലത്ത് ഈ രണ്ട് രാജ്യങ്ങളിലെയും ജനാധിപത്യ ഗവൺമെന്റുകൾ എത്ര ഭയാനകമായൊരു നുണയാണ് അവരുടെ ജനങ്ങളോട് പറഞ്ഞത്. ആ നുണ പറയുകയും ജനങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് പറയുന്നത് തെറ്റുപറ്റി, അറിയാഞ്ഞിട്ടല്ല, ചെയ്തുവെന്ന്. ഒരു കാലത്തും, ഇതിന്ന് മാത്രമല്ല, ഒരു കാലത്തും നമ്മൾ വിലമതിക്കുന്ന ഈ മൂല്യങ്ങൾ സുരക്ഷിതമായിരുന്നില്ല. നമ്മൾ സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ ഏത് കാര്യമെടുത്താലും ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ രണ്ടടി പിന്നോട്ട് വലിക്കാൻ പ്രതിലോമ ശക്തികൾ ഉണ്ടായിരിക്കും. ആ രണ്ടടിയെ അരയടിയാക്കി ചുരുക്കാനും അങ്ങനെ മൊത്തത്തിൽ അരയടിയെങ്കിലും പ്രോഗ്രസ് നേടിയെടുക്കാനും സാധിച്ചിട്ടുള്ളത് റെസിസ്റ്റൻസ് വഴിയാണ്. ആ റെസിസ്റ്റൻസ് മങ്ങിപ്പോവുകയാണെങ്കിൽ ആ അരടിയെ നഷ്ടപ്പെടും. നമ്മൾ നിന്നെടുത്ത് തന്നെ നിൽക്കും. നമ്മൾ ഒരു ചൊല്ലുണ്ടല്ലോ, എപ്പോഴും ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മുടെ നേരെ തന്നെയാണ് ചൂണ്ടുന്നത്. ഇങ്ങനെ ചൂണ്ടുമ്പോൾ നമ്മൾ നമ്മുടെ കുറ്റം, നമ്മുടെ തെറ്റ് വിസ്മരിക്കുന്നു. ഇതിനെ രക്ഷിച്ചു നിർത്തേണ്ട ചുമതല നമുക്ക് തന്നെയാണ്. എല്ലാ കാലത്തും ഇതുണ്ടായിട്ടുണ്ട്, എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ തടയണമെങ്കിൽ ഇത് നമുക്ക് തന്നെ സാധിക്കും. ഇതിൽ സച്ചിദാനന്ദൻ ബ്രീഫ്ലി പറഞ്ഞു, ഈ ചുമതല എവിടെയാണ്? നമ്മൾ 4 എസ്റ്റേറ്റുകൾ എന്ന് പറയാറുണ്ട് പണ്ട്. അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന വിധത്തിൽ ഇന്ന് ആദ്യത്തെ 3 എസ്റ്റേറ്റ് പഴയ ഡെഫിനിഷന് പകരം ഗവൺമെന്റ്, പാർലമെന്റ്, ജുഡീഷ്യറി. 4ാമത്തെ എസ്റ്റേറ്റ് അത് തന്നെ, പണ്ടത്തെ പേര് തന്നെ ഇന്നും. ഈ 4 എസ്റ്റേറ്റുകൾ അത് ശ്രദ്ധിച്ച് ഇതിന് മുന്നോട്ട് ഈ കാര്യത്തിൽ ശ്രദ്ധാപൂർവം നിലനിന്നില്ലെങ്കിൽ എല്ലാം നശിക്കും. ഇതിൽ ആദ്യത്തെ 3 എസ്റ്റേറ്റ്, ഇപ്പൊ ഗവൺമെന്റില് നമുക്ക് സാധാരണ ജനങ്ങൾ, നമ്മളെപ്പോലുള്ളവർക്ക് കൈയില്ല. പാർലമെന്റിലും നമ്മൾ ആരുമില്ല, നമ്മുടെ ആളുകളെ ഉള്ളൂ. ജുഡീഷ്യറി അതിൻ്റെ ചില ലിമിറ്റേഷൻസിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ 4ാമത്തെ എസ്റ്റേറ്റ് ഇപ്പോഴും ഇന്നും പോലെ തന്നെ ജനങ്ങളുടെ ആക്സസ് ഉള്ളതാണ്. അത് കൂടാതെ ഇനി വെറും വ്യക്തികളിലേക്ക് വരിക. ഇതിനപ്പുറം നമ്മളെല്ലാം ഉണ്ടല്ലോ, ഈ എസ്റ്റേറ്റുകൾക്ക് അപ്പുറം. പണ്ട് ഇറ്റലിയിലെ മാഫിയകളെ പറ്റി വായിച്ച ഒരു പുസ്തകത്തിൽ മുസോളിനിയുടെ കാലത്ത് മുസോളിനി മാഫിയ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പല കേസുകളും കൊണ്ടുവന്നു. കേസുകൾ പലതും കോടതികളിലെത്തി. അതില് ആ ഗ്രന്ഥകാരൻ പറയുന്നത് പിന്നെ സംഭവിച്ചത് ഇതിനു മുമ്പ് ഒരു 100 പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ്, അതിനുശേഷവും 100 തവണ സംഭവിച്ചിട്ടുള്ളതാണ്, ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കോടതിയിൽ സാക്ഷികളെല്ലാം മൊഴി മാറി പറഞ്ഞു. വലിയ ആർവത്തോടു കൂടി വിമർശിച്ചവരെല്ലാം തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നത് മൊഴി മാറി പറഞ്ഞ സാക്ഷികളെ കോടതി ശിക്ഷിച്ചു. ആ സമയത്ത് ആ സാക്ഷികളുടെ മുഖത്തുണ്ടായിരുന്ന ഭാവം ദുഃഖമായിരുന്നില്ല, റിലീഫായിരുന്നു. അവർക്ക് ജീവിതം തിരിച്ചു കിട്ടിയിരുന്നു.
അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുമെന്നോ. ഈ ഭയം കാരണം ഈ ഭയം എത്രത്തോളം അഗാധമാകുന്നു അത്രത്തോളം നമ്മുടെ ഭാവി ഇരുണ്ടതായിരിക്കും. ഇനി ഇപ്പോ ഭാഷാഭൂഷണിയുടെ ഡിസംബർ ലക്കത്തിന്റെ കഥ സച്ചിദാനന്ദൻ പറഞ്ഞു. എന്തിന് ഇങ്ങനൊരു സൗകര്യം ഉണ്ടാകണമായിരുന്നു? ഇത് അത്രത്തോളം ദുർബലമാണോ നമ്മളുടെ മാധ്യമങ്ങൾ, അതിൻ്റെ മാനേജ്മെന്റുകൾ? അന്ന് ആർക്കും അറിയുമായിരിക്കില്ല, ഞങ്ങൾ കുറച്ചു പേർ കൂടി ഒരു എഴുത്തെഴുതി മാനേജ്മെന്റിന്. വളരെ ഭവ്യതയോടുകൂടി മാന്യമായിട്ട് തന്നെയാണ് എഴുതിയത്, ഡിഗ്നിഫൈഡ് മാൻ. അവര് ചീത്ത പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഇത് ശരിയായില്ല, ഇങ്ങനെ ഇത് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എത്രയോ 2 മാസം മറ്റുമായി. മാനേജ്മെന്റ് അതിനൊരു മറുപടി പോലും തരണമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ വലിയ ആളുകളായിട്ടല്ല, ഞങ്ങൾക്ക് പാവങ്ങൾ തന്നെയാണ്. എന്നാലും ഇങ്ങനൊരു എഴുത്ത് വരുമ്പോൾ അതിനൊരു മറുപടി തരേണ്ട അതുപോലും ആവശ്യമായി മാനേജ്മെന്റിന് തോന്നിയില്ല. എന്നാൽ പിന്നെ ഞാൻ കേട്ടത് മാനേജ്മെന്റ് ആരാണ്, ഫാദർ ബിഷപ്പിനെ കാണാൻ പോയപ്പോൾ ബിഷപ്പ് ഈ മാനേജ്മെന്റിലുള്ള നിന്ന് കേട്ടതാണ്, ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, അവരെ സ്വീകരിക്കാൻ പോലും തയ്യാറില്ല, വിളിച്ചിരുത്തിയില്ലെന്ന് പോലും ഈ മാനേജേഴ്സിന്. ഇതിന്റെ ആവശ്യം എവിടെയാണ്? നമ്മൾ ഒരു മെഡിക്കൽ സയൻസിൽ ഒരു പ്രതിഭാസമുണ്ട്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. എനിക്ക് ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ഡോക്ടർമാരുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതായത് നമ്മളെ 2 കാലിൽ നിൽക്കുന്ന ജീവിയാക്കി പ്രകൃതി സൃഷ്ടിച്ചപ്പോൾ 4 കാലിലുള്ള ജീവികളും ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 2 കാലിൽ നിൽക്കുന്ന ജീവിയാക്കി മനുഷ്യനെ പിടിച്ചു നിർത്തിയപ്പോൾ പ്രകൃതി ചെയ്തൊരു കാര്യം, അതായത് ഗ്രാവിറ്റി, നമ്മുടെ ജീവിതം, എല്ലാ ജീവവസ്തുക്കളും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എതിരായിട്ടുള്ള ഒരു സ്ട്രഗിളാണ് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത്. നിൽക്കുക, നടക്കുക എല്ലാം. ഇത് അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനിൽ അയാളുടെ ബ്ലഡ് മുഴുവനും കാലിന്റെ അടിയിലേക്ക് ഊർന്നുകൂടും. അങ്ങനെ ഊർന്നുകൂടാതെ സൂക്ഷിക്കുന്നത് ആണ് ഈ ANS എന്ന് പറയുന്നത്, ബ്ലഡ് സർക്കുലേഷൻ. ഇതുപോലെ ഒന്നല്ല, 4, 5, 8, 9, 10 സിസ്റ്റംസ് ശരീരത്തിലുണ്ട് പ്രകൃതി തന്നിട്ടുള്ളത്. ഇതെല്ലാം മനുഷ്യനെ എഴുന്നേറ്റ് നിൽക്കാൻ സഹായിക്കുന്നതാണ്. അത് നമുക്ക് പ്രകൃതി തന്നിട്ടുള്ള ഈ ANS, അതിനപ്പുറം പോവുക. അത് ഇപ്പോ നിൽക്കുക, ഇപ്പോ എന്താണ്, ഗെറ്റപ്പ്, സ്റ്റാൻഡപ്പ് എന്നല്ലേ, ബോബ് മോർലി. അതിനപ്പുറം സിറ്റ് ഡൗൺ എന്ന് റോസാ പാർക്ക് അല്ലേ, സീറ്റിലിരിക്കുക. അപ്പോ മുമ്പോട്ട് പോവാണെ ഗാന്ധി വാക്ക് ഓൺ, തടഞ്ഞു വെച്ചാൽ നിൽക്കാൻ പാടില്ല, നടക്കണം. മനുഷ്യൻ നിൽക്കുക മാത്രമല്ല, നടക്കുന്ന ജീവി കൂടിയാണ്. അതിനപ്പുറത്തേക്ക് പോകുന്നത് ഇറോൺ ശർമ്മളയുണ്ട്, ലൈ ഡൗൺ. ഇപ്പോൾ പിന്നെ സോറിയുടെ ഒരിക്കലാണെങ്കിൽ ടോക്ക് ഓൺ. ഇതെല്ലാം ഇതിൽ പെട്ടതാണ്. നമ്മൾ ഒരു നിലപാടെടുക്കാനുള്ള ധൈര്യം, അത് ശാരീരികം മാത്രമല്ല മാനസികം കൂടിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് നമ്മൾ സ്വയം നിലനിർത്തിയില്ലെങ്കിൽ നമ്മളുടെ ഈ കംപ്ലൈൻറ്റ്സ്, വിലാപങ്ങൾ കൊണ്ട് എങ്ങും നമ്മൾ എത്താൻ പോകുന്നില്ല. എന്താ കവിത പാലസ്തീൻ
Your sword is sheathed with rust, your spear is broken, your shield is full of holes, then why are you standing in the field of battle? Anyway, I'll come to that. Now, that's all. നമ്മൾ ഒരു അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോയി. അടിയന്തരാവസ്ഥ പോലുള്ള ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുവെന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട്. അത് രണ്ടും വളരെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ആയിട്ടാണ് രാഷ്ട്രീയമായിട്ട് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭരണഘടന ഉപയോഗിച്ച് ജനാധിപത്യം ഇല്ലാതാക്കിയ ഒരു കാലവും ജനാധിപത്യം ഉപയോഗിച്ച് ഭരണഘടനയെ നിശബ്ദമാക്കുന്ന ഒരു കാലവും, ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഒരു പക്ഷേ കാര്യങ്ങൾ നടന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇന്നത്തെ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥയോടുള്ള എന്താണ് പ്രതികരണം? ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ആനന്ദ് പറഞ്ഞതുപോലെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് എഴുത്തുകാർ വേറെ വലിയ ആയുധങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? മുതലായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോൾ ആനന്ദ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തരം അവസ്ഥകൾ എക്കാലവും എല്ലാ സമൂഹങ്ങളിലും എല്ലായ്പ്പോഴും നിലനിന്നിരുന്നു. അടിയന്തരാവസ്ഥയുടെ 18 മാസങ്ങൾ നമുക്ക് നൽകിയ ഒരു കോൺഗ്രസ് പാർട്ടിയാണ് ഇവിടെ ഇന്ത്യയിലുള്ളത്. മറ്റു പലതരത്തിലും ഭീകരതകൾ കാണിച്ചിട്ടുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പം മോദി സർക്കാരും BJPയും സംഘപരിവാരും പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇത്രമാത്രം അധിക്ഷേപിക്കുന്നത്, ഇതെല്ലാം പണ്ടും ചെയ്തിട്ടുള്ളതല്ലേ എന്നാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്ന ചോദ്യം, തിരിച്ചു കിട്ടുന്ന ചോദ്യം. ഇതൊരു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു വല്ലാത്ത ഒരു കുരുക്കാണ്. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ ഇന്ന് ഒരു ഭൂരിപക്ഷ ഫാഷിസമാണ്, അതായത് ഭൂരിപക്ഷത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഞാൻ അതിനു മുമ്പ് പറയേണ്ടത്, ഇപ്പൊ എന്നോട് ഞാൻ ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിമർശിക്കുമ്പോഴെല്ലാം പലപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കും, നിങ്ങൾ ഇത്രമാത്രം ഒന്നും നിങ്ങൾ മുസ്ലിം എക്സ്ട്രീമിസത്തെ വിമർശിക്കുന്നില്ലല്ലോ. ക്രിസ്ത്യാനികളുടെ എക്സ്ട്രീമിസം, ക്രിസ്ത്യാനികൾക്ക് ഇനിയും KM മാണിയുടെ ലെവലിൽ കവിഞ്ഞ് ഇവിടെ ഒരു വിപ്ലവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ക്രിസ്ത്യാനിയെ പറ്റി അങ്ങനെ അധികം പറയാൻ മാത്രം ഇല്ല. എന്നാൽ പോലും ക്രിസ്ത്യാനികൾ ഇവിടെ ഒരു ഫണ്ടമെന്റലിസം ഉണ്ടാക്കി എന്ന് നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാ എങ്കിൽ ഞാനതിനെ വിമർശിക്കണ്ടേ എന്ന ചോദ്യം വരുമ്പോഴാണ് ഞാൻ പറയാറുള്ളത് ഇതാണ്: 2% വരുന്ന ക്രിസ്ത്യാനിയുടെയും 13% വരുന്ന മുസ്ലിങ്ങളുടെയും ഫണ്ടമെന്റലിസത്തിനേക്കാൾ എത്രയോ ആപത്കരമാണ് ബാക്കി ഏതാണ്ട് 87% വരുന്ന ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നു എന്ന വ്യാജേന ഇവിടെ അധികാരം ആ പ്രത്യേക രീതിയിലുള്ള ഒരു ഡിക്റ്ററ്റോറിയൽ സ്വേച്ഛാധിപത്യത്തിന്റെയും വർഗീയ ഫാഷിസത്തിന്റെയും അജണ്ട നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവിടെ ഭരിക്കുന്നത് എന്ത്. അപ്പൊ അതുകൊണ്ട് നാം കൂടുതൽ ഭയപ്പെടേണ്ടത് മെജോറിറ്റേറിയൻ ഫാഷിസത്തെയാണ് എന്ന് വെച്ചുകൊണ്ട് ആ ഫാഷിസത്തിന്റെ കൂടെ മെജോറിറ്റി, കാരണം മോദിക്കും സംഘപരിവാരത്തിനും കൂടി ആകെ കിട്ടിയത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ 31% വോട്ടാണ്. വളരെ കഷ്ടപ്പെട്ട് കൂട്ടിക്കെട്ടിയുണ്ടാക്കി 31% വോട്ടാണ്. ആ വോട്ട് ചെയ്ത ആളുകളുടെ 31%-ത്തിലാണ് നമ്മളെ ഇന്ന് ഡൽഹിയിൽ നിന്ന് ഭരിക്കുന്ന കൂട്ടുകാർ അവിടെ ഇരിക്കുന്നത്. അപ്പോ ഇത് എന്നാൽ പോലും അവർ 100%-ത്തിന്റെ ഒരു ശക്തി പ്രഖ്യാപിച്ചുകൊണ്ടും അവരുടെ പിന്നിലുള്ള ആ വിഷമയമായ ചിന്തകൾ മുഴുവനും എടുത്ത് അവർ നമ്മളുടെ മേലിന്ന് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നതോളം ആനന്ദ് റെസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ റെസിസ്റ്റൻസ് എല്ലാം പോയി. ഇന്ത്യയിലെല്ലാം കൂടി നമുക്ക് ഉണ്ടായിരുന്നത് ആദ്യത്തെ റെസിസ്റ്റൻസ്, എൻ്റെ ചരിത്രബോധം അത്ര കൃത്യമല്ല എങ്കിലും മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടാക്കിയ റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ റെസിസ്റ്റൻസ് മൂവ്മെന്റ്. അവിടുന്ന് പിന്നെ അധികാരം
ജനാധിപത്യത്തിന്റെ പേരിൽ ഇന്ത്യയിൽ അധികാരം കൈയാടിയ ഒരാളും ഒരു പാർട്ടിയും, കോൺഗ്രസോ അന്നുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടികളോ ഈ ഇന്ത്യയിലെ പലയിടത്തും അധികാരത്തിൽ വന്ന ഒരുത്തരും ജനാധിപത്യത്തെ അന്ന് എടുത്ത് ചവിറ്റുകൊട്ടയിലിട്ടവരാണ് ആ ദിവസം. അപ്പൊ നമ്മുടെ പാരമ്പര്യം ഒട്ടും ശരിയല്ല. അപ്പൊ ഈ കേരളത്തിൽ എന്താ റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ? ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലുണ്ടായ ഒരേ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വ്യക്തിപരമായിട്ട് നാരായണ ഗുരുവിന്റെ തൊട്ടുള്ളതെല്ലാം റെസിസ്റ്റൻസുകളാണ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ലെവലിലുണ്ടായ ഒരേ ഒരു റെസിസ്റ്റൻസ് എൻ്റെ ഓർമ്മയിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വരവായിരുന്നു. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 57 അധികാരത്തിൽ വരുന്ന ആ നിമിഷം വരെ, ആ പോയിന്റ് വരെ അതിനു മുമ്പിലുണ്ടായ ആ ഒരു ജനകീയ പ്രസ്ഥാനമാണ് ഞാൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഏക റെസിസ്റ്റൻസ് മൂവ്മെന്റ്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അപ്പോ നമ്മൾ പാപ്പരായിട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസം അടക്കം, CPM അടക്കമുള്ള CPI അടക്കമുള്ള ഇതെല്ലാം ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ശക്തിയിൽ നിന്ന് ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായി തീർന്നു. ഇപ്പം ഭരിക്കണമെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആകാതെ പറ്റുകയില്ലായിരിക്കും. എനിക്കതിനെ അവരെ കുറ്റം പറയാൻ പറ്റുന്നില്ല. പക്ഷെ എത്രമാത്രം ഈ അധികാരത്തിൽ നമ്മൾ മുങ്ങിക്കുളിച്ചാലെങ്കിലേ ഭരിച്ചു എന്ന ഒരു വരുത്താൻ ഒക്കൂ എന്നൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾക്കിവിടെ ആ രീതിയിലുള്ള റെസിസ്റ്റൻസ് ഒക്കെ പോയി. സച്ചി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം. ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞപ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ എല്ലാ വൃത്തികെട്ട നിയമങ്ങളും അന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരു ലിബറൽ മുൻനിർത്തിയുണ്ടായ ആ കോൺഗ്രസ് മന്ത്രിസഭ അതിനെ മുഴുവനും തുടർന്നു. എന്നെ എന്നും ഷോക്ക് ചെയ്യുന്ന ഒരു കാര്യം, ബ്രിട്ടീഷുകാരൻ പോയി കഴിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റുവെ പോലെ ഒരു മനുഷ്യൻ താമസം മാറ്റിയത് വൈസ്രോയി താമസിച്ചിരുന്ന തീൻമൂർത്തി ഭവനിലേക്കാണ്. എന്തുകൊണ്ട് ഒരു കൊളോണിയൽ ഇതിലേക്കും എന്തിന് അദ്ദേഹത്തെ പോലുള്ള ഒരു മഹാനായ മനുഷ്യന് കയറി താമസിക്കാൻ തോന്നി? എന്തുകൊണ്ട് വൈസ്രോയികൾ രാഷ്ട്രപതി ഭവനിൽ, എന്തുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനെ ആ രാഷ്ട്രപതി ഭവനിൽ താമസിപ്പിച്ചു? അപ്പോൾ ഇവർക്കെല്ലാം ആ കൊളോണിയൽ മനഃശാസ്ത്രത്തോടു കൂടിയുള്ള അധികാര സ്വഭാവമായിരുന്നു ഇവരുടെ എല്ലാം മനസ്സിൽ. അതേ അധികാര സ്വഭാവമാണ് നമ്മൾ ഇന്ന് ഇവിടെയും കാണുന്നത്. അപ്പൊ ഇതിനെല്ലാം ഞാൻ ഇപ്പം ശശികുമാറിനെ പോലെയുള്ള ഒരു ബാബുവിനെ പോലെയുള്ള ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് നമുക്കൊരു റെസിസ്റ്റൻസിന്റെ ഒരു ശക്തി, ഒരു സ്ഫുരണം ഈ തളർന്നു പോയ മലയാളികൾ, നമ്മളെ ഇവരെല്ലാം കൂടി ഹർത്താലും ബന്ധും അതും ഇതും എല്ലാം വെച്ച് അടിച്ചമർത്തി നിലത്തിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തളർന്നു പോയവരാ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആനന്ദ് പറഞ്ഞ പോലെ ഒന്ന് എണീറ്റ് നിൽക്കാനുള്ള ശക്തി തരണമെങ്കിൽ അത് ചെയ്യേണ്ടിയിരുന്നത് ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് സ്വയം വിളിക്കുന്ന മാധ്യമങ്ങളായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ വാട്സപ്പിൽ കണ്ട ഒരു തമാശ പോലെ നട്ടല്ലൂരി തോരൻ വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇന്നലെ അത് പിന്നെ ആരെ പറ്റി കണ്ട ഒരു ജോക്കാണത്. അപ്പൊ ആ രീതിയിലാണ് കേരളത്തിലെ പത്രങ്ങളും ചാനലുകളും അതത് സമയത്തെ ഭരണകൂടങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾക്കും വീട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ജനപക്ഷത്ത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മാധ്യമങ്ങളും നമ്മളും ഒരേപോലെ പങ്കുവയ്ക്കുന്ന ഒരു ഫ്രീഡമാണ്. അവർ അതിൻ്റെ ഒരു ചെറിയ പങ്ക് മേടിച്ച് മുതൽ മുടക്കി ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അവർ നമ്മുടെ ഭാഗത്ത് നിൽക്കേണ്ടവരാ. ഞാൻ കൃത്യമായിട്ട് പറയാം, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു മാധ്യമമെങ്കിലും കേരളത്തിൽ ശക്തിമത്തായിട്ട് പ്രവർത്തനത്തിൽ വന്നാൽ നമ്മളുടെ അവസ്ഥയ്ക്ക് വളരെ മാറ്റം വരും. ഈ കാര്യങ്ങൾക്ക് മാറ്റം വരും. അത് നമ്മൾക്കില്ല. രാഷ്ട്രീയ പാർട്ടികൾ നുണ മാത്രം പറയുന്നു, ഉദ്യോഗസ്ഥന്മാർ നുണ മാത്രം പറയുന്നു, മന്ത്രിമാർ എന്തൊക്കെയോ പറയുന്നു. അതിൽ നുണയും കാണും, സത്യവും കാണും. അപ്പൊ ഞാൻ ഈ സിസ്റ്റത്തെ ഞാൻ വളരെ മോശമാക്കി കാണിക്കുകയാണെന്ന് കരുതരുത്. പക്ഷെ ഇതാണ് നമ്മളുടെ അവസ്ഥ. അപ്പൊ ഇതിൽ മറ്റാർക്കും ഞങ്ങളല്ലേ ഇപ്പൊ ഇവിടെ ഇരുന്ന ഒരു 300 പേരോട് ഞാൻ ഇപ്പൊ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇത് ഈ 300 പേർക്ക് അപ്പുറത്തോട്ട് ഇത് പോവില്ല, കൂടി ഒന്ന് അവർ. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തെ 3 കോടി ആളുകളുടെ അടുത്ത് എത്തിക്കാനുള്ള ശേഷി മാധ്യമങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയക്കാരനെ അടക്കം. ആ റീച്ച് അവർക്കേ ഉള്ളൂ. അവരാണ് കേരളത്തിന്റെ ഡിസ്കോഴ്സ് തീരുമാനിക്കുന്നവർ. ഇന്ന് മലയാളികൾ എന്ത് ചിന്തിക്കും, എന്ത് ചർച്ച ചെയ്യും തീരുമാനിക്കുന്ന അവരാണ്. ചാനലുകളും പത്രങ്ങളും അവരവരുടെ ഉത്തരവാദിത്തം കൈയൊഴിഞ്ഞു. അതുകൊണ്ട് നമ്മളുടെ അവസ്ഥ വളരെ വളരെ ആപത്കരമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലെങ്കിലും ഒരു ജനാധിപത്യ വിശ്വാസം, ഒരു സെക്യുലർ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. ആരെയും ഉപദേശിക്കാൻ പോലും ഇന്ന് ധൈര്യപ്പെടണ്ട. കാരണം ആ ഉപദേശിക്കപ്പെടുന്ന ആൾ ആരാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അവൻ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയുടെ ചാരനാകാൻ പോലും വഴിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മിണ്ടാനും വയ്യ, ഒരു കാര്യം തുറന്നു പറയാനും വയ്യ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് വ്രണപ്പെടുത്തി അടികൊള്ളുക എന്ന് നമുക്ക് ചിന്തിക്കാനും വയ്യ. എവിടെയൊക്കെയാണ് വ്രണപ്പെടുക എന്നുള്ളത്. സോ വി ആർ ഇൻ എ വെരി ബാഡ് ഷേപ്പ്, പ്രത്യേകിച്ച് മലയാളികൾ. കാരണം നമ്മൾ മാധ്യമങ്ങളുടെ അടിമകളാണ്. അതുകൊണ്ട് അപ്പൊ ഇതാണ്. അപ്പൊ ഞാൻ അവതരിപ്പിച്ചതൊരു ഹോപ്പ്ലെസ് കേസാണ്, അത് ക്ഷമിക്കണം. ഇവിടെ ശ്രീ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. എഴുത്തുകാർക്ക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഒരു വെല്ലുവിളി ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിനെ നേരിടുക എന്നുള്ള അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളത് ശരിയാക്കി അതങ്ങനെ നിൽക്കെ തന്നെ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നുന്നത്, നമ്മൾ ഒരിക്കലും അനീതിയെ നോർമലൈസ് ചെയ്യരുത്. ഇപ്പൊ ട്രംപിനെ US എലക്ട് ചെയ്തപ്പോ അവിടെ ഒരു മൂവ്മെന്റ് വന്നത്, ഡോണ്ട് നോർമലൈസ് ട്രംപ്, ഹി മേ ബി എലക്ടഡ് ബട്ട് ഹി സ്റ്റിൽ ദ വില്ലൻ ഹി ഈസ്. അയാൾ പറഞ്ഞ കൊള്ളാതൊക്കെ അതുപോലെ തന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അതേപോലെ നമ്മൾ വിമർശിക്കണം. അയാള് സ്ത്രീകളെ പറ്റി അയാളുടെ പറഞ്ഞതും ചെയ്തതും ഒട്ടാകെ അയാളുടെ പ്രവർത്തനത്തെ പറ്റി, അയാൾ ഇലക്ഷനിൽ ജയിച്ചു എന്ന് വിട്ടുകൊണ്ട് അതൊന്നും മാറുന്നില്ല. ഈ ഒരു പ്രവണത നമുക്കൊരു ഒരു സക്സസിന്റെ മുമ്പിൽ, വിജയത്തിന്റെ മുമ്പിൽ അതിനെ നോർമലൈസ് ചെയ്യേണ്ട ഒരു എന്താ പറയാ ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ഒരു നിസ്സഹായത പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഇത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായ പോലെ ഒരു വെല്ലുവിളിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമായിട്ടും ഇത് ഒരു എക്സ്ട്രോർഡിനറി സിറ്റുവേഷൻ തന്നെയാണ്. കാരണം ഇത് ശരിയാണ്, എമർജൻസി ഡിക്ലെയർ കോൺഗ്രസ് ആണ്, അവരും ഒരുപാട് വളരാതെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ സെക്യുലറിസത്തിനെ ഒട്ടാകെ ഇല്ലാതാക്കുക, ചാലഞ്ച് ചെയ്യുക, അതിലേക്ക് ഇങ്ങനെ വലിയ ട്രാൻസ്ഗ്രഷൻസ്, സെക്യുലറിസം ഇപ്പൊ ഏതൊരു ഈ BJPയിലോ RSSലോ ഉള്ള ആരോടും ചോദിച്ചാൽ നിങ്ങൾ സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അവര് മറുപടി പറയില്ല. അവര് പറയുന്നത് അത് ഏത് സെക്യുലറിസം ആണെന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് കാലഘട്ടത്താണ് നമ്മൾ കൊളോണിയസത്തിൽ നിന്ന് മാറിയത്, അല്ലെങ്കിൽ ഇൻവേഡേഴ്സ് ഇവിടെ എപ്പോഴാണ് വന്നത്. ഇൻവേഡേഴ്സ് ഇവിടെ വന്നത് ആര്യൻസ് വന്നപ്പോഴാണ്, അവരാണ് ഹിന്ദുസ് ഇവിടെ കൊണ്ടുവന്നത്. അതുപോലും ശരിയല്ല എന്ന് നമുക്ക് പറയണ്ടേ അപ്പോൾ. അത് ഇറ്റ്സ് നോട്ട് അവർ ഫെയ്ത്ത് എന്ന് പറയണ്ടേ. ഫസ്റ്റ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ വാസ് ബൈ ദി ആര്യൻസ് എന്ന് പറയാം. അങ്ങനെയല്ലല്ലോ പറയാ. അവര് മുഹമ്മദ് ഓഫ് ഗസ്നി വരെ എത്തുന്നവരെ അതിനെ തർക്കം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു സിലക്റ്റീവ് മെമ്മറി, ഹിസ്റ്റോറിക്കൽ മെമ്മറി, ടോട്ടൽ സാബോട്ടാജ് ഓഫ് ദ പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത്, ഈ പബ്ലിക് സ്ഫിയറിന്റെ കൊലാപ്സ് വലിയൊരു എന്താ പ്രതിസന്ധി തന്നെയാണ്. ഞാൻ ശ്രദ്ധിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും ഏതെങ്കിലും ഒരു വിഷയം, നാളിപ്പോ ജല്ലിക്കെട്ട്, തമിഴ്നാട് ജല്ലിക്കെട്ട് ആണ്, മാധ്യമങ്ങൾ പബ്ലിക് സ്ഫിയർ എന്ന് കരുതുന്നത് 4 സിനിമാ താരങ്ങള്, 4 ഗോഡ്മെൻ. അപ്പൊ ശ്രീ രവിശങ്കറും ജഗ്ഗി വാസുദേവും പിന്നെ ഭാരതരാജയും കമലഹാസനും രജനികാന്തും അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ പബ്ലിക് സ്ഫിയറായി. ഇവരൊക്കെ വലിയ ഗുഡ് ഇൻ ദിയർ റെസ്പെക്റ്റീവ് ഏരിയാസ്. പക്ഷെ അതാണോ പബ്ലിക് സ്ഫിയർ? ഇവിടെ ശ്രദ്ധിച്ചാലും നമുക്ക് കാണാം, ഇത് പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് പബ്ലിക് ഇന്റലക്ച്വൽസ് അല്ല. പബ്ലിക് ഇന്റലക്ച്വൽസ് അല്ലെങ്കിൽ ഒരു ഇന്റലിജൻഷ്യ എന്ന് പറയുന്ന ഒരു പബ്ലിക് സ്ഫിയർ മാറി ഒരു പോപ്യുലിസ്റ്റ് പബ്ലിക് സ്ഫിയറിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് സ്ഫിയർ കൊളാപ്സ് ചെയ്യുന്നു.
അതൊന്ന്. രണ്ടാമത് ഇവിടെ പറഞ്ഞു, ഇപ്പോ എമർജൻസി തൊട്ട് ഒരുപാട് നമ്മുടെ കൊളോണിയൽ ലോസ് ഉണ്ടെന്ന് ശരിയാണ്. ഇപ്പൊ തമിഴ്നാട്ടില് ജയലളിത ഉള്ളപ്പോ 200-ൽ ഉപരി ഡെഫമേഷൻ കേസസ്, അതിൽ ഒരുപാട് മാധ്യമ പ്രവർത്തകർക്കെതിരെ ഷീ ഹാഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊന്നും കോടതിയെ പോയാൽ വിജയിക്കുന്ന അവർക്ക് അറിയാം, ശരിയല്ല. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് എ ചില്ലിങ് എഫക്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ യു ഹാവ് എ ചില്ലിങ് എഫക്ട്. അപ്പൊ ഒരു പേടി, ഒരു സെൽഫ് സെൻസർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. അതിലെല്ലാം നമ്മൾ വീണു പോകുന്നു. അതൊരു നോർമാലിറ്റി ആയി മാറുന്നു. അപ്പൊ നമ്മൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതെപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, ഇവരിനി ഒരു ഡെഫമേഷൻ സൂട്ട് കൊണ്ടുവരും, നമുക്ക് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ബിഷപ്പ് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഈ മുള്ള ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഈ സ്വാമി നമുക്കെതിരെ എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ പബ്ലിക് സ്ഫിയറിന്റെ ഒരു റോൾ അങ്ങനെ മാറിക്കഴിഞ്ഞു. അപ്പൊ ലോസ്, ഒന്നാമത് കൊളോണിയൽ ലോസ്, ഓബ്സൊല്യൂട്ട് ലോസ് ഉണ്ടെന്നുള്ള ഒന്ന്. രണ്ട്, ലോസ് ഉണ്ടായിട്ടും ഇല്ലെങ്കിലും എന്താ കാര്യം? ഇവിടെ റൂൾ ഓഫ് ലോ ആണോ നടക്കുന്നത്? ഇവിടെ സെൻസർ ബോർഡ് സെൻസർ ചെയ്യുന്ന പടങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഗവൺമെന്റ് ലെജിസ്ലേറ്റ് ചെയ്യുന്ന മെഷേഴ്സ് നിലവിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? അതൊക്കെ തീരുമാനിക്കുന്നത് ഒരു ശിവസേനയോ ഒരു RSS ഗ്രൂപ്പോ അങ്ങനെയുള്ള എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ, എന്താ പറയുക, ആന്റി സോഷ്യൽ എലിമെന്റ്സ് എന്ന് പറയാം, സ്ട്രീറ്റ് എലിമെന്റ്സ് ആണ് ഇത് തീരുമാനിക്കുന്നത്. അവരുടനെ ഈ സിനിമ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റോ U സർട്ടിഫിക്കറ്റോ എന്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തൊന്നും കാര്യമില്ല, അത് കാണിക്കാൻ പറ്റില്ല, കാണില്ല. അതുപോലെ തന്നെ ജല്ലിക്കെട്ട്, സുപ്രീം കോടതി ഒരു വേർഡിക്റ്റ് ഉണ്ടാക്കുന്നു, അതിനെതിരെ കുറെ പേര് മറീന ബീച്ചിൽ പോകുന്നു. അപ്പൊ കോടതി അത് മാറ്റിയിട്ട് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുന്നു. അതൊക്കെ ശരിയൊക്കെയുള്ള റൂൾ ഓഫ് ലോ തന്നെയാണ്. അപ്പൊ ഒരു സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ സുപ്രീം കോർട്ട് വരെയും ഉള്ള ഒരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ ഇംപ്ലിക്കേഷൻസ് വളരെ വളരെ രൂക്ഷമായി മാറുന്നതാണ്. അപ്പൊ ഒരു കൊളാപ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഒരു രീതിയിലേക്ക് മാറുന്ന ഇതൊക്കെ ശരിക്കും ഇപ്പോ ഉള്ള ദി പവേഴ്സ് ദാറ്റ് വി വാണ്ട് ദിസ്. കാരണം ഫാഷിസത്തിനും അല്ലെങ്കിൽ ഇവിടുത്തെ റൈറ്റ് വിങ്ങേഴ്സിനും ഈ ഹിറ്റ്ലറിനെ പറ്റി പറയാറുണ്ട്, ഇൻ നോർമൽസി എ നത്തിങ്, ഇൻ കെയോസ് എ ടൈറ്റൻ. നോർമൽസിയിൽ അയാൾ ഒന്നുമല്ല, കെയോസ് വേണം. They need chaos, they need polarization, they need communal strife, they need tension in society. എന്നാലേ അവർക്ക് അവരുടെ അജണ്ട ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് യാദൃശികമായിട്ട് വരുന്നതൊന്നുമല്ല, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതും നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സോ ദ ഹോൾ പ്രോബ്ലം ഇസ് ദിസ്. ഇത് നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ പബ്ലിക് സ്ഫിയർ ഇല്ലാതെയാവുന്നു, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൂൾ ഓഫ് ലോ കൊളാപ്സ് ചെയ്യുന്നു. നമ്മൾ ഇതായിരിക്കും, അത് വീണ്ടും നമ്മൾ നോർമലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. മാധ്യമങ്ങൾ ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇവിടുത്തെ ബുദ്ധിജീവികൾക്കും എഴുത്തുകാരുൾപ്പെടെയുള്ളവർക്കും ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ മാധ്യമങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു സംഖ്യ ആൾക്കാരുണ്ട്. ഏതെങ്കിലും സെൽഫ് റെസ്പെക്ടിങ് പേഴ്സൺ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ പോയിട്ട് 20 സെക്കൻഡിന് സംസാരിക്കാൻ ഇരിക്കുമോ? ഏതെങ്കിലും ഒരു സെൽഫ് റെസ്പെക്ടിങ് പേഴ്സൺ അങ്ങനെ ഒരു സെന്റൻസ് മുഴുവൻ പറയാൻ പോലും സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ചാനൽസ്. അതിൽ വലിയ ഹിസ്റ്റോറിയൻ ആയിരിക്കും, സോഷ്യോളജിസ്റ്റ് ആയിരിക്കും, ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരിക്കും, റൈറ്റർ ആയിരിക്കും. അവർ സ്റ്റുഡിയോയിൽ പോയി മേക്കപ്പ് വെച്ച് അവിടെ ഇരിക്കുക. ഇവനൊരു ചോദ്യം ചോദിക്കുന്നവര്, അവൻ ചോദിച്ചാൽ 20 സെക്കൻഡ് സോറി വി ഹാവ് നോ ടൈം, മാറി, മറ്റേ ആൾക്ക് മാറി. വീണ്ടും അവന്റെ ചാൻസ്. ഒരു യാചകനെ പോലെ അവിടെ ഇരുന്ന് ഒരു സ്റ്റുഡിയോയിൽ ഇരുന്ന് ആ ഇന്റലക്ച്വൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഇന്റലിജൻഷ്യയുടെ ഒരു സ്റ്റേറ്റസിന്, ഡിഗ്നിറ്റിയെ തകർക്കുന്ന രീതിയിൽ ഇവിടെയുള്ളവരാരും അത് ചെയ്യുന്നില്ല, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഒരു സെക്ഷൻ ഓഫ് ഇന്റലക്ച്വൽസ്, പിയർ ബോർഡോ പറഞ്ഞിട്ടുണ്ട്, ഇന്റലക്ച്വൽസ് ആർ ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദ പബ്ലിക് സ്ഫിയർ ഓഫ് ദ സൊസൈറ്റി. ഒരു നല്ല ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞാൽ ഗുഡ് ഹിസ്റ്റോറിയൻ ഈസ് എ ഗുഡ് ഹിസ്റ്റോറിയൻ ബിക്കോസ് അനദർ ഗുഡ് ഹിസ്റ്റോറിയൻ സേസ് ഈസ് എ ഗുഡ് ഹിസ്റ്റോറിയൻ. പ്രൈം ടൈം ടെലിവിഷൻ 4 പ്രാവശ്യം വന്ന് ഹിസ്റ്ററിയെ പറ്റി 4 വാക്ക് പറഞ്ഞുകൊണ്ട് ഗുഡ് ഹിസ്റ്റോറിയൻ ആവുന്നില്ല ഇന്ന്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്ന ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ കലാകാരൻ, ആരെങ്കിലും ഏതെങ്കിലും സബ്ജക്ട് എക്സ്പേർട്സ്, ഏതെങ്കിലും ഈ ടെലിവിഷനിൽ വന്ന്. അപ്പോ മീഡിയ ഈസ് ക്രിയേറ്റിംഗ് ദി ഇന്റലക്ച്വൽ സ്ഫിയർ, പബ്ലിക് സ്ഫിയർ. മീഡിയ സ്ഫിയർ ആണ് പബ്ലിക് സ്ഫിയർ ആയിട്ട് മാറുന്നത്. അത് ട്രിബ്യുലൈസ്ഡ് ആയിട്ട് ഈ ഗവൺമെന്റും ഫിലിം സ്റ്റാർസും ആയിട്ട് മാറി. അപ്പൊ ആകെ ഒരു കൺഫ്യൂഷനാണ്. അതിനെ എതിർക്കാനുള്ള ധൈര്യവും
മാധ്യമങ്ങൾ നമ്മൾ പറയുന്ന പോലെ ചെയ്യുന്നൊന്നും എനിക്ക് ഒരിക്കലും പ്രത്യാശയില്ല. മാധ്യമങ്ങളെ എതിർക്കേണ്ട ഒരു ദൗത്യവും നമുക്കുണ്ട്. മാധ്യമങ്ങളെ വേണ്ടി എതിർക്കണം. മാധ്യമങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും. മാധ്യമങ്ങൾ എപ്പോഴും നല്ലതിനും ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു 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 കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞു. അത് നമുക്ക് കൃത്യമായിട്ടും അറിയാം. കാരണം ഇന്ന് മാധ്യമങ്ങൾ ഗിവ് ദ പീപ്പിൾ വാട്ട് ദേ വാണ്ട് എന്നാണ് ഫിലോസഫി മിക്കവാറും വലിയ മാധ്യമങ്ങളുടെ. ഇത് മയക്കുമരുന്ന് വെക്കുന്ന ആളുടെ ഫിലോസഫിയാണ് ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. അതൊരു ഫിൽറ്ററിങ് അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ പ്രോസസ് ഒന്നുമില്ലാതെ വരുന്ന ഒരു മാധ്യമ ഒരു രീതിയാണത്. അങ്ങനെ ഒരു മാധ്യമ രീതിയിൽ, ഒരു പോപ്പുലസ് മാധ്യമ രീതിയിൽ റേറ്റിംഗ്സിനെയൊക്കെ അനുകരിച്ചുള്ള ഒരു രീതി, അവരും പറയുന്ന നിസ്സഹായരാണ്. ഞങ്ങൾക്ക് റേറ്റിംഗ്സ് വേണം, അഡ്വർടൈസ്മെന്റ് വേണമെങ്കിൽ റേറ്റിംഗ്സ് വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ എതിർ